രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയോട് വയനാട്ടിൽ മത്സരിക്കാൻ KPCC അഭ്യർത്ഥിച്ചെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. KPCCയുടെ ആവശ്യം പരിഗണനയിലാണെന്ന് AICC വക്താവ് രൺദീപ് സുർജേവാലയും പറഞ്ഞു. രാഹുലിനു വേണ്ടി പിന്മാറാൻ തയ്യാറാണെന്നായിരുന്നു T സിദ്ദിഖിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ഏറെ സന്തോഷകരമായ ഇത്തരമൊരു ആഗ്രഹം, ഒരപേക്ഷ, അഭ്യർത്ഥന അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു. The Kerala PCC unit, Kerala Congress workers and leaders and people of Kerala have urged upon Shri Rahul Gandhi to contest from a seat in Kerala, Wayanad or any other seat. All that I am pointing out to you, we thank them for the immense affection, for the respect, as also for the desire with which they have urged Shri Rahul Gandhi. Rahul ji on more than one occasion has said, Amethi is his Karam Bhumi and shall always remain so. However, every time such a request or proposal comes, as desired by people of a particular state, in this case Kerala, we humbly bow and we say, we thank you for your respect, affection and desire, and Congress President will consider it in the same fashion. ഞാൻ സ്ഥാനാർത്ഥിത്വം എന്ന രീതിയിൽ നിന്ന് പിന്മാറുന്നു. ഞാൻ പ്രചാരകനായി ഞാൻ മാറുന്നു. കോൺഗ്രസ് UDF പ്രവർത്തകന്മാർ ആ ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിക്കും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം ശ്രീ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിക്കും. ഡൽഹിയിൽ നിന്ന് മുഹാജർ, തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവർ ചേരുന്നു. ആദ്യം മുഹാജറിലേക്ക്. മുഹാജറിന് ആ പ്രഖ്യാപനത്തിനായാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കുന്നത്? സൈമ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുത്ത ശേഷം അവരൊരു വാർത്താക്കുറിപ്പായി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പായി ഔദ്യോഗികമായി പുറത്തിറക്കുന്നതോടുകൂടിയാണ് ആ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാവുക. കേരളത്തിലെ കാര്യത്തിന് ഇപ്പോൾ നോക്കിയാൽ വയനാടിന്റെയും വടകരയുടെയും കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ആ അറിയിപ്പില്ലാതെ തന്നെയാണ് വടകരയിൽ മുരളീധരനും വയനാട്ടിൽ T സിദ്ദിഖും പ്രചാരണം തുടങ്ങിയത്. ഇപ്പോൾ വയനാട്ടിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ അവിടേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം കേരള നേതൃത്വത്തിനുണ്ട്. അക്കാര്യം രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അതിൽ അദ്ദേഹം ഇപ്പോഴും പരിഗണിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ രൺദീപ് സുർജേവാല മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനർത്ഥം ഇപ്പോഴും രണ്ടാമതൊരു സീറ്റിൽ അമേഠിയാണ് രാഹുൽ ഗാന്ധി പരമ്പരാഗതമായി മത്സരിച്ചു വരുന്നത്. അവിടെ തന്നെ ഇത്തവണയും മത്സരിക്കും, അത് ഉറപ്പാണ്. രണ്ടാമത് ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അത് വയനാട് ആകാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. കാരണം തമിഴ്നാടും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. കന്യാകുമാരിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന ആവശ്യം അവർ ഉയർത്തിയിരുന്നു. പക്ഷേ ഇന്നലെ പുറത്തിറങ്ങിയ ലിസ്റ്റിൽ കന്യാകുമാരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സജീവമായി പരിഗണനയിലുള്ളത് ഏതായാലും വയനാട് തന്നെയാണ്. വയനാട് രണ്ടർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതാണ്. കാരണം വയനാട് ഒരു സുരക്ഷിതമായ സീറ്റായാണ് കരുതപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് തവണയൊന്നും അവിടെ പ്രചാരണത്തിന് ഇറങ്ങാതെ തന്നെ സുഖമായി അവിടെ നിന്ന് ജയിച്ചു കയറാവുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, അവിടെ നിൽക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലാകെ തന്നെ ആ ഒരു രാഹുലിന്റെ ഒരു പ്രഭാവവും തരംഗവും കോൺഗ്രസിന് ഗുണകരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ റിലീസായി പുറത്തു വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിവിധ സംസ്ഥാനങ്ങളിലെയും മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നുണ്ട്. ഇനി വരുന്ന ഓരോ സ്ഥാനാർത്ഥി പട്ടികയും ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത് നേരിട്ട് തന്നെ ഈ വയനാട്ടിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല എങ്കിൽ ഇനി ഓരോ ദിവസവും പുറത്തു വരുന്ന സ്ഥാനാർത്ഥി പട്ടിക ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതായി തന്നെ വരും. റൈറ്റ്, മുഹാജിറിലേക്ക് ഞാൻ വരാം. അസ്ലം,
തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അസ്ലം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രവർത്തകർക്കടക്കം ആ രീതിയിലുള്ള ആവേശം പ്രകടമാണ്. സായികുമാർ, ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് റിസർവ് ചെയ്യണമെന്നൊരു ആലോചന അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം വെച്ചിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് അതിൽ വേറെ നീക്കുപോക്കുകളൊന്നും ഉണ്ടായില്ല. ഓരോ മണ്ഡലങ്ങളുമായി 12 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. അവസാനം 4 മണ്ഡലങ്ങൾക്ക് വേണ്ടി ചർച്ചകൾ നടത്തി. അതേസമയം ഈ അവസാന ഘട്ടത്തിൽ വടകര വയനാട് വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും സംസ്ഥാന നേതാക്കൾ തമ്മിൽ ധാരണ ഉണ്ടാവുകയും പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അത്തരമൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഇക്കാര്യം വരികയുണ്ടായില്ല. അതേസമയം ദക്ഷിണേന്ത്യയിൽ ഒരു സ്ഥലത്ത് മത്സരിക്കണമെന്ന കാര്യം നേരത്തെ തന്നെ AICC രാഹുൽ ഗാന്ധി തമ്മിലുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് കർണാടകയ്ക്കാണ് മുൻഗണന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ സംസ്ഥാന നേതാക്കൾക്ക് കൃത്യമായൊരു സന്ദേശം അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് AK ആന്റണി മുഖേന ഒരു സന്ദേശം രാവിലെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലഭിക്കുന്നു. തുടർന്ന് മറ്റ് നേതാക്കളുമായി ആശയവിനിമയം നടന്നു. തുടർന്നാണ് ഇതിൻ്റെ ഒരു ഭാഗമെന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അനൗപചാരിക ഭാഗമെന്ന നിലയിൽ KPCCയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കുന്നു. അത് AICC പരിഗണിക്കുന്നതായി AICCയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന് സ്വാഭാവികമായി അംഗീകരിച്ച് വയനാടിൻ്റെ ലിസ്റ്റ് വരിക എന്നുള്ളത് മാത്രമാണ് ബാക്കി എന്നാണ് നേതാക്കൾ ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ മറ്റ് അവ്യക്തതകളിൽ അന്തിമ ധാരണയിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം തർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടാണ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വയനാടിൻ്റെ കാര്യത്തിൽ വടകരത്തിൽ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള പ്രശ്നമായിരുന്നുവെങ്കിൽ ഏത് ഗ്രൂപ്പിന് നൽകണമെന്ന കാര്യത്തിലായിരുന്നു വയനാടിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി T. സിദ്ദിഖിനായി ശക്തമായി വാദിക്കുകയും അവസാനം ആ സീറ്റ് നേടിയെടുക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്ന ഒരു തീരുമാനമായതോടുകൂടി തന്നെ T. സിദ്ദിഖ് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരർത്ഥത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനെ തമ്മിലുള്ള വലിയ ആവേശത്തോടു കൂടിയാണ് KPCCയും സംസ്ഥാന നേതാക്കളും ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ദക്ഷിണേന്ത്യ ആകെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. അസ്ലം, കോൺഗ്രസ് ആ രീതിയിൽ പ്രതീക്ഷിക്കുമ്പോഴും ഇപ്പോൾ അല്പം മുമ്പ് വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒരുപക്ഷെ അസ്ലം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്നത് എന്നാണ്. കാരണം ദേശീയതലത്തിൽ തന്നെ BJP പ്രധാന ശത്രുവാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ പ്രധാന ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണോ രാഹുൽ ഗാന്ധിയുടെ അജണ്ട എന്ന അർത്ഥത്തിലേക്ക് കൂടി ചർച്ചകൾ പോകില്ലേ ഈ ഘട്ടത്തിൽ? സ്വാഭാവികമായും തുടക്കം മുതൽ തന്നെ LDF അല്ലെങ്കിൽ CPM ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനോട് കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചു തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം സംസാരിച്ചപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞ കാര്യം മത്സരം കൃത്യമായി തന്നെ നടക്കും. അമേഠിയിൽ നിന്നും പരാജയ ഭീതി കൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇതിൽ ഗ്രൂപ്പ് കളിയുടേതായ സമവാക്യങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി കൃത്യമായ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ LDFിനോട് മത്സരിക്കാനായി കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നതോടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നതെന്ന ചോദ്യം ചോദിക്കുന്നു. ഉത്തർപ്രദേശിൽ അവിടുത്തെ സഖ്യകക്ഷികളായ BSPയും SPയും അവിടെ അവർക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് അവിടെ വലിയ നന്മ തന്നെയാണ്. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ LDF ആണ് കക്ഷി. അവരോടാണോ മത്സരിക്കാൻ വരേണ്ടത് അല്ലെങ്കിൽ BJPയോടാണോ ഇടതുപക്ഷത്തോടാണോ മത്സരിക്കേണ്ടതെന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരില്ലേ എന്നാണ് മാധ്യമപ്രവർത്തകർ നിരന്തരമായി ആവർത്തിച്ചു. അല്ലെങ്കിൽ മതേതര ചേരിയെ ഇതിനെ ക്ഷീണിപ്പിക്കുമോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ താൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിനെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്യാൻ LDF തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു ധാരണയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ വയനാട്ടിൽ കൺവെൻഷൻ നടക്കുകയാണ്. UDFന്റെ സഫീറ ഉണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സഫീറ, വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആഹ്ലാദിക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇത്. വലിയ പങ്കാളിത്തമുണ്ടോ അവിടെ? സായികുമാർ, മുക്കത്ത് നടക്കുന്ന UDF കൺവെൻഷൻ നിറയെ ആളുകളാണ്. T. സിദ്ദീഖ് കടന്നു വന്നതോടുകൂടി പ്രവർത്തകർ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. ആ രീതിയിൽ സിദ്ദീഖിന്റെ തീരുമാനത്തെ വളരെ ആവേശത്തോടുകൂടിയും ഒപ്പം വളരെ വലിയൊരു ധീരമായ തീരുമാനമാണ് എടുത്തത് എന്നാണ് UDF നേതാക്കളും ഒപ്പം പ്രവർത്തകരും പറയുന്നത്. ഈ യോഗത്തിൽ വെച്ച് ഈ കൺവെൻഷനിലെ അധ്യക്ഷനായത് T. സിദ്ദീഖ് ആയിരുന്നു. T. സിദ്ദീഖ് ഈ കൺവെൻഷനിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം, സ്ഥാനാർത്ഥിയാകണമെന്ന് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രമേയം ഈ കൺവെൻഷനിൽ വായിച്ചു. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതിൽ സന്തോഷം പങ്കിട്ടുകൊണ്ടതാണ്
കോൺഗ്രസ് പ്രവർത്തകരും ഈ യോഗത്തിൽ എത്തിയിട്ടുള്ളത്. ഈ ഫാസിസത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി കൂടെയുണ്ടാകും, പ്രചരണത്തിന് ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്നും ഔദ്യോഗികമായിരുന്നു പ്രഖ്യാപിക്കുമെന്നാണ് പ്രമേയത്തിലെ പറഞ്ഞത്. രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിദ്ദീഖ് തന്നെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിരുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് UDF പ്രവർത്തകർ അതിനെ വരവേറ്റത്. MLA ആണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. രാഹുൽ കേരളത്തിലേക്ക് വരുമ്പോൾ ചരിത്രം വഴിമാറിക്കൊടുക്കും. ഇന്നുള്ളതിനേക്കാൾ സിദ്ദീഖിന്റെ ഈ തീരുമാനം ഇന്നുള്ളതിനേക്കാൾ സിദ്ദീഖിനെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തിയും 10 ഉയർത്തി എന്നാണ് പറഞ്ഞത്. മണ്ഡലം രാഹുലിനായി കാത്തിരിക്കുന്നു. മണ്ഡലം തൊടാതെ രാഹുലിനെ വിജയിപ്പിച്ചിരുത്തേണ്ടത് UDF പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം പടയോട്ടം നടത്തേണ്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന രീതിയിലാണ് പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തുകൊണ്ടത്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ്. അതിനിടയിൽ CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹം അതിൽ പരിഹസിക്കുകയുണ്ടായി. കോടിയേരി സഖ്യമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ച് കോടിയേരി ഇനി പറയും ജയരാജനെ തോൽപ്പിക്കാൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം തോൽപ്പിക്കാനുള്ള ആ സ്ഥാനാർത്ഥിത്വം തോൽപ്പിക്കാനാണ് രാഹുലിനെ കൊണ്ടുവന്നു എന്ന് പറയുന്നു എന്നുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കും. ആ രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെതിരെ CPM ഉയർത്തിയ കോലീബി സഖ്യം എന്ന ആരോപണത്തെ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പരിഹസിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. എല്ലാ ആളുകളും വളരെ ആവശ്യത്തോടു കൂടി തന്നെയാണ് ഈ കൺവെൻഷൻ. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി വലിയ ആവേശത്തിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ എല്ലാവരും തന്നെ. നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്ന സിദ്ദീഖിന് ഇപ്പോൾ ആ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. സഫീറയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഡൽഹിയിൽ നിന്ന് മുഹാജിറും തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം.